ഹായ് എവരിവൺ വെൽക്കം ടു ബയോറാങ്ക് +1 ബോട്ടണി ഇംപ്രൂവ്മെന്റ് എക്സാം പ്രിപ്പറേഷൻസിന്റെ ഭാഗമായി തേർഡ് ചാപ്റ്ററായ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 പാർട്ടായിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ പാർട്ട് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ അറേഞ്ച്മെന്റ് ഓഫ് പെറ്റൽസ് ഓർ സെപ്പൽസ് ഇൻ ദ ഫ്ലവർ ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ്? ഈസ്റ്റിവേഷൻ. ഒരു ഫ്ലവറിലെ സെപ്പൽസിന്റെ അല്ലെങ്കിൽ പെറ്റൽസിന്റെ അറേഞ്ച്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമാണ് ഈസ്റ്റിവേഷൻ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയ ആണ്. നമുക്കപ്പോൾ ഈസ്റ്റിവേഷൻ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷൻസ് നമ്മൾ ഏതൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആൻഡ് വെക്സിലറി ഈസ്റ്റിവേഷൻ ഓർ പാപ്പിലോണീഷ്യസ് ഈസ്റ്റിവേഷൻ. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. എന്തായിരുന്നു വാൽവേറ്റ് ഈസ്റ്റിവേഷൻ? പിക്ചർ നോക്കുക. സെപ്പൽസ് ഓർ പെറ്റൽസ് ജസ്റ്റ് ടച്ച് വൺ അനദർ അറ്റ് ദ മാർജിൻ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. സെപ്പൽസ് അല്ലെങ്കിൽ പെറ്റൽസ് ഒന്ന് മറ്റൊന്നായിട്ട് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ ഓവർലാപ്പ് ചെയ്തിട്ടില്ല. അത്തരം ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷനെയാണ് നമ്മൾ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കലോട്രോപ്പിസ്. ദെൻ സെക്കൻഡ് വൺ, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. എന്തായിരുന്നു ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻസ്? Margins of sepals or petals are overlapped. Example, cotton, China rose or hibiscus. അതായത് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷനിൽ ഒരു സെപ്പല് മറ്റൊരു സെപ്പലിനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെറ്റല് മറ്റൊരു പെറ്റലിനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷനാണ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു ഓവർലാപ്പിംഗ് ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ്. പിക്ചർ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഒരു പെറ്റലിന്റെ ഒരു എൻഡ് മറ്റൊരു പെറ്റലിന്റെ താഴെയാണെങ്കിൽ മറ്റേ എൻഡ് വേറൊരു പെറ്റലിന്റെ മുകളിലായിരിക്കും. ഇങ്ങനെയായിരിക്കും എല്ലാ പെറ്റലിലും. അതായത് ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് എല്ലാ പെറ്റൽസും ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, കോട്ടൺ, ചൈന റോസ്. ആൻഡ് തേർഡ് വൺ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. പെറ്റൽസ് ഓർ സെപ്പൽസ് ആർ ഓവർലാപ്ഡ് ബട്ട് വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഓർഡർ. ഇതിനെയാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അതായത് പെറ്റൽസ് അല്ലെങ്കിൽ സെപ്പൽസ് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട് ബട്ട് വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഓർഡർ. ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷനിൽ എങ്ങനെയായിരുന്നു? അവിടെയും ഓവർലാപ്പിംഗ് ഉണ്ട് ബട്ട് പർട്ടിക്കുലർ ഓർഡറിലായിരുന്നു. ബട്ട് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷനിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പർട്ടിക്കുലർ ഓർഡറിലല്ല ഇവർ ഓവർലാപ്പ് ചെയ്യുന്നത്. ഒരു ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ആണ് കാസിയ, ഗുൽമോഹർ. ദെൻ വെക്സിലറി ഈസ്റ്റിവേഷൻ. വെക്സിലറി ഈസ്റ്റിവേഷൻസ് ഓൾസോ കോൾഡ് പാപ്പിലോണേഷ്യസ് ഈസ്റ്റിവേഷൻ. കാരണം വെക്സിലറി ഈസ്റ്റിവേഷൻ കോമൺലി കാണുന്നത് പാപ്പിലോണേഷ്യസ് ഫാമിലി, അതായത് പീയുടെ ഫാമിലിയിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ കോമൺ ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാപ്പിലോണേഷ്യസ് ഈസ്റ്റിവേഷൻ എന്നുകൂടി പറയുന്നത്. ഇനി എങ്ങനെയാണ് വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് നോക്കാം. 5 പെറ്റൽസ് ആണ് സാധാരണ വെക്സിലറി ഈസ്റ്റിവേഷൻ കാണിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈ 5 പെറ്റൽസിൽ ഒരു പെറ്റല് ലാർജസ്റ്റ് ആയിരിക്കും. ഇതിനെ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയുന്നു. ദെൻ ഈ സ്റ്റാൻഡേർഡ് പെറ്റൽ കൂടാതെ 2 ലാറ്ററൽ സൈഡ്സിലായിട്ട് 2 പെറ്റൽസ് ഉണ്ട്. ഇതിനെ പറയുന്നതാണ് വിങ്സ് പെറ്റൽ. അതുകൂടാതെ ആന്റീരിയർ സൈഡിൽ 2 ചെറിയ പെറ്റൽസ് കൂടി ഉണ്ടാകും. അതാണ് കീൽ പെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പെറ്റലും 2 വിങ് പെറ്റൽസും 2 കീൽ പെറ്റൽസും ആണ് ഉള്ളത്. ഇങ്ങനെ എങ്ങനെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് നോക്കാം. ഈ സ്റ്റാൻഡേർഡ് പെറ്റല് വിങ് പെറ്റൽസിനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ വിങ്സ് പെറ്റൽസ് കീൽ പെറ്റൽസിനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാകും. ഇത്തരം ഒരു ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ ആണ് വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പീ ഫ്ലവർ. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആൻഡ് വെക്സിലറി ഈസ്റ്റിവേഷൻ. വാൽവേറ്റ് ഈസ്റ്റിവേഷനിൽ ജസ്റ്റ് പെറ്റൽസിൻ്റെ അല്ലെങ്കിൽ സെപ്പൽസിൻ്റെ മാർജിൻസ് ടച്ച് ചെയ്യുന്നുള്ളൂ, ഒന്നും മറ്റൊന്നിനെ ഓവർലാപ്പ് ചെയ്യുന്നില്ല. ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എങ്ങനെയായിരുന്നു? ഒരു പെറ്റൽ അല്ലെങ്കിൽ ഒരു സെപ്പല് മറ്റൊരു പെറ്റലിനെ അല്ലെങ്കിൽ മറ്റൊരു സെപ്പലിനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഒരു പർട്ടിക്കുലർ മാനറിലായിരിക്കും ഈ ഒരു ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷനിലും ഓവർലാപ്പിംഗ് ഉണ്ട് ബട്ട് വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഓർഡർ. ദെൻ ലാസ്റ്റ് വൺ, വെക്സിലറി ഈസ്റ്റിവേഷൻ. വെക്സിലറി ഈസ്റ്റിവേഷനിൽ 5 പെറ്റൽസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് പെറ്റൽ, വിങ് പെറ്റൽസ് ആൻഡ് കീൽ പെറ്റൽസ്. സ്റ്റാൻഡേർഡ് പെറ്റൽ 2 വിങ് പെറ്റൽസിനെ ഓവർലാപ്പ് ചെയ്യുന്നു. അതുപോലെ വിങ് പെറ്റൽസ് 2 കീൽ പെറ്റൽസിനെ ഓവർലാപ്പ് ചെയ്യുന്നു. ഇത്തരം ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ ആണ് വെക്സിലറി ഈസ്റ്റിവേഷൻ. എക്സാമ്പിൾ പീ ഫ്ലവർ. അപ്പോൾ ഈസ്റ്റിവേഷനിലെ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും എഴുതാൻ റെഡിയാണല്ലോ. അതുമാത്രമല്ല, അതിനകത്ത് പിക്ചറുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പിക്ചർ തന്നിട്ടായിരിക്കും ഇത് ഏത് ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ ആണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പിക്ചറും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം.
അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ഗിവൺ ബിലോ. കുറേ പ്ലാസന്റേഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഏതാണ്? മാർജിനൽ പ്ലാസന്റേഷൻ. സെക്കൻഡ് വൺ ആക്സിയൽ പ്ലാസന്റേഷൻ. തേർഡ് വൺ പരീറ്റൽ പ്ലാസന്റേഷൻ. ഫോർത്ത് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ആൻഡ് ഫൈനലി ബേസൽ പ്ലാസന്റേഷൻ. ഇനി എന്താണ് പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്? പ്ലാസന്റേഷൻ എന്തായിരുന്നു? അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഇൻ എ ഓവറി ഇസ് കോൾഡ് പ്ലാസന്റേഷൻ. ഓവറിക്കകത്ത് ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റിനെയാണ് പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. അതും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? മാർജിനൽ പ്ലാസന്റേഷൻ, ആക്സിയൽ പ്ലാസന്റേഷൻ, പരീറ്റൽ പ്ലാസന്റേഷൻ, ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആൻഡ് ബേസൽ പ്ലാസന്റേഷൻ. എന്തൊക്കെയാണ് ഇതെന്നോ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ മാർജിനൽ പ്ലാസന്റേഷൻ. പ്ലാസന്റ ഫോം എ ridge along the ventral structure of ovary and ovules are arranged at the margin of the ovary. മാർജിനൽ പ്ലാസന്റേഷനിൽ ഓവറിയുടെ ഒരു മാർജിനൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു റിഡ്ജസിലായിട്ടായിരിക്കും ഓവ്യൂൾസ് പ്ലാസന്റ കാണുന്നത്. ഈ പ്ലാസന്റയിലാണ് ഓരോ ഓവ്യൂൾസും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിക്ചർ നോക്കി നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഓവറിയുടെ മാർജിനലായിട്ട് ഒരു റിഡ്ജസ് ആയിട്ടാണ് പ്ലാസന്റയും ഓവ്യൂൾസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്തരം ടൈപ്പ് ഓഫ് പ്ലാസന്റേഷനെയാണ് മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പി. സെക്കൻഡ് വൺ ആക്സിയൽ പ്ലാസന്റേഷൻ. എന്തായിരുന്നു ആക്സിയൽ പ്ലാസന്റേഷൻ? പ്ലാസന്റ ഈസ് ആക്സിയൽ ആൻഡ് ഓവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു ഇറ്റ് ഇൻ എ മൾട്ടിലോക്കുലാർ ഓവറി. എക്സാമ്പിൾ ചൈന റോസ്, ടൊമാറ്റോ, ലെമൺ എക്സെട്ര. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാസന്റേഷനിലെ ആക്സിയൽ പ്ലാസന്റേഷനിലെ പ്ലാസന്റ കാണുന്നത് ഈ ഓവറിയുടെ ആക്സിയൽ പൊസിഷനിൽ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷനിലായിട്ടാണ് പ്ലാസന്റ കാണുന്നത്. ഈ പ്ലാസന്റയിലാണ് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ എ മൾട്ടിലോക്കുലാർ ഓവറി എന്നുള്ളതാണ്. അതായത് ഒരു 3 ചേമ്പറുകളായിട്ടാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ 3 ചേമ്പറുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ മൾട്ടിലോക്കുലാർ എന്ന് പറയുന്നത്. ഒരു സെപ്റ്റം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഒരൊറ്റ ചേമ്പർ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? യൂണിലോക്കുലാർ എന്ന് പറയും. ഒന്നിലധികം ലോക്യൂൾസ് ഉണ്ടെങ്കിൽ അതിനെ മൾട്ടിലോക്കുലാർ എന്ന് പറയും. ഇവിടെ 3 ലോക്യൂൾസ് ആണ് കാണുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിലോക്കുലാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആക്സിയൽ പ്ലാസന്റേഷൻ എന്ന് പറയുമ്പോൾ ആക്സിയൽ പൊസിഷനിൽ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷനിലായിരിക്കും പ്ലാസന്റയും ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബട്ട് മൾട്ടിലോക്കുലാർ കണ്ടീഷനും കൂടി ആയിരിക്കണം. അത്തരം ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ആണ് ആക്സിയൽ പ്ലാസന്റേഷൻ. ടൊമാറ്റോ, ലെമൺ എല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണാറുണ്ട്. അതിന്റെ സെൻട്രൽ പൊസിഷനിലായിരിക്കും അല്ലെങ്കിൽ ആക്സിയൽ പൊസിഷനിലായിരിക്കും ഓവ്യൂൾസ് അതായത് സീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിനെയാണ് ആക്സിയൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ പരീറ്റൽ പ്ലാസന്റേഷൻ. എന്താണ് പരീറ്റൽ പ്ലാസന്റേഷൻ? ഓവ്യൂൾസ് ഡെവലപ്സ് ഓൺ ദ ഇന്നർ വാൾ ഓർ പെരിഫറി ഓഫ് ദ ഓവറി. അതായത് പരീറ്റൽ പ്ലാസന്റേഷനിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓവറിയുടെ ഇന്നർ വാളിലാണ് അല്ലെങ്കിൽ ഓവറിയുടെ പെരിഫറൽ റീജിയനാണ്. സെൻട്രൽ റീജിയനിലല്ല, പെരിഫറൽ റീജിയനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് പരീറ്റൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ മസ്റ്റാർഡ്. ദെൻ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഫോർത്ത് വൺ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഈ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആക്സിയൽ പ്ലാസന്റേഷൻ പോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇൻ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ഓവ്യൂൾസ് ആർ ബോൺ ഓൺ സെൻട്രൽ ആക്സിസ് ആൻഡ് സെപ്റ്റ ആർ ആബ്സെന്റ്. ആക്സിയൽ പ്ലാസന്റേഷനിൽ ഓവ്യൂൾസ് സെൻട്രൽ പൊസിഷനിലായിരുന്നു, അതുകൂടാതെ 3 ചേമ്പറായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷനിലും അതുപോലെ തന്നെ ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത് സെൻട്രൽ ആക്സിസിലാണ്. ബട്ട് ഇവിടെ സെപ്റ്റ ഉണ്ടാവില്ല, അതായത് യൂണിലോക്കുലാർ കണ്ടീഷൻ ആയിരിക്കും. ഇതിനെയാണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡയാന്തസ്, പ്രൈംറോസ്. ആൻഡ് ഫിഫ്ത്ത് വൺ ബേസൽ പ്ലാസന്റേഷൻ. എന്താണ് ബേസൽ പ്ലാസന്റേഷൻ? പ്ലാസന്റ ഡെവലപ്സ് അറ്റ് ദ ബേസ് ഓഫ് ദ ഓവറി ആൻഡ് സിംഗിൾ ഓവൽ ഈസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. എക്സാമ്പിൾ സൺഫ്ലവർ, മാരിഗോൾഡ്. അതായത് ബേസൽ പ്ലാസന്റേഷനിൽ പ്ലാസന്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓവറിയുടെ ബേസൽ റീജിയനിലാണ്. അത് മാത്രമല്ല ഈ പ്ലാസന്റയിൽ നിന്ന് ഒരു സിംഗിൾ ഓവ്യൂൾ മാത്രമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ബേസൽ പ്ലാസന്റേഷനിൽ പ്ലാസന്റ എവിടെയാണ് കാണുന്നത്? ഓവറിയുടെ ബേസൽ റീജിയനിലാണ് കാണുന്നത്. അത് മാത്രമല്ല ഈ പ്ലാസന്റയിൽ നിന്ന് ആകെ ഒരു സിംഗിൾ ഓവ്യൂൾ മാത്രമാണ് ഫോം ചെയ്യുന്നത്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻസ്. പിക്ചർ അടക്കം വൃത്തിയായി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫ്ലോറൽ ഫോമുല കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ ഫാമിലി ആൻഡ് റൈറ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഓഫ് ദിസ് ഫാമിലി. ഈ തന്നിരിക്കുന്ന ഫ്ലോറൽ ഫോമുല ഏത് ഫാമിലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ്. കൂടാതെ ആ ഫാമിലിയുടെ ആൻഡ്രീഷ്യത്തിൻ്റെയും ഗൈനീഷ്യത്തിൻ്റെയും ക്യാരക്ടേഴ്സ് കൂടി ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ തന്നിരിക്കുന്ന ഫ്ലോറൽ ഫോമിലെ ഏത് ഫാമിലിയിലെയാണ്? നമുക്ക് 3 ഫാമിലിയാണ് പഠിക്കാനുള്ളത്: സോളനേസിയെ, ഫാബിയേസിയെ ആൻഡ് ലിലിയേസിയെ. അതിൽ തന്നിരിക്കുന്ന ഫ്ലോറൽ ഫോമുല സോളനേസിയ ഫാമിലിയുടേതാണ്. അപ്പോൾ 3 ഫാമിലിയുടെയും ഫ്ലോറൽ ഫോമുലയും ഫ്ലോറൽ ഡയഗ്രവും പഠിക്കണം. തന്നിരിക്കുന്നതിൻ്റെ ക്യാരക്ടേഴ്സും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതിനുശേഷം അന്തരീക്ഷത്തിൻ്റെ ഗണീഷ്യത്തിനെ സെപ്പറേറ്റ് നോക്കാം. ആദ്യം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബൈസെക്ഷൽ കണ്ടീഷനാണ് അല്ലേ? ബൈസെക്ഷൽ കണ്ടീഷനാണ്, ആക്ടിനോമോർഫിക് ആണ്. ദെൻ കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കാലിക്സ് അല്ലെങ്കിൽ സെപ്പൽസ്. എത്ര സെപ്പൽസ് ഉണ്ട്? 5 സെപ്പൽസ് ഉണ്ട്. അതാണ് 5 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 5 ഒരു ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് മീൻ ഈ ഒരു കണ്ടീഷൻ ഗ്യാമോസെപ്പാലസ് ആണ്. അല്ലെങ്കിൽ ഗ്യാമോസെപ്പാലസ് മീൻസ് സെപ്പൽസ് ഫ്യൂസ് ചെയ്താണ് കാണുന്നത്. ദെൻ സി റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊറോള അല്ലെങ്കിൽ പെറ്റൽസ്. പെറ്റൽസ് എത്ര എണ്ണമാണുള്ളത്? 5 എണ്ണം. ഈ 5ഉം ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗ്യാമോ പെറ്റാലസ് ആണ്. പെറ്റൽസ് അല്ലെങ്കിൽ കൊറോള ഫ്യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. ദെൻ A5, എ മീൻസ് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻസ്. എത്ര സ്റ്റേമനാണ്? 5 സ്റ്റേമൻസ് ഉണ്ട്. അത് കൂടാതെ കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യവും തമ്മിൽ ഒരു കണക്ഷൻ കാണാം അല്ലേ? എന്താണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? കൊറോളയും ആൻഡ്രീഷ്യയും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റേമൻസ് കൊറോളയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് എപ്പിപെറ്റാലസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ് എപ്പിപെറ്റാലസ് കണ്ടീഷൻ? സ്റ്റേമൻസ് പെറ്റലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനെയാണ് എപ്പിപെറ്റാലസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എപ്പിപെറ്റാലസ് കണ്ടീഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആ സിയും എയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ കണക്ട് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. ദെൻ ജി അല്ലെങ്കിൽ ഗൈനീഷ്യത്തിൻ്റെ താഴെയാണ് ഒരു ലൈൻ കാണുന്നത്. ദാറ്റ്സ് മീൻ ഗൈനീഷ്യം സുപ്പീരിയർ ഓവറി ആണ്. കൂടാതെ 2 മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? 2 കാർപ്പൽസ് ഉണ്ട്. അതായത് ബൈകാർപ്പല്ലറി കണ്ടീഷനാണ്. മാത്രമല്ല ഈ 2 ഒരു ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് മീൻ ഇത് സിൻകാർപ്പസ് കണ്ടീഷനാണ്. 2 കാർപ്പൽ ഉണ്ട്, അതാണ് ബൈകാർപ്പല്ലറി കണ്ടീഷൻ. മാത്രമല്ല ഈ 2 കാർപ്പൽസും ഫ്യൂസ് ചെയ്താണ് കാണുന്നത്. അതുകൊണ്ടാണ് സിൻകാർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ കുറച്ച് ബേസിക് ആയുള്ള ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്. സോളനേസിയ ഫാമിലിയിൽ സോളൻ പ്ലാസൻ്റി ആയിരിക്കും വിത്ത് മെനി ഓവ്യൂൾസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻഡ്രീഷ്യത്തിൻ്റെ ഗൈനീഷ്യത്തിൻ്റെ ക്യാരക്ടേഴ്സ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രീഷ്യത്തിൻ്റെ ഗൈനീഷ്യത്തിൻ്റെ മാത്രം എഴുതാം. ആൻഡ്രീഷ്യത്തിൻ്റെ എന്താണ്? 5 സ്റ്റേമൻസ് ഉണ്ട്. എപ്പിപെറ്റാലസ് സ്റ്റേമൻ ആണ്. ദെൻ ഗൈനീഷ്യം ബൈകാർപ്പല്ലറി ആണ്. സിൻകാർപ്പസ് സുപ്പീരിയർ ഓവറി ആണ്. പിന്നെ അതുകൂടാതെ സോളൻ പ്ലാസൻ്റ വിത്ത് മെനി ഓവ്യൂൾസ്. അപ്പോൾ ബേസിക്കായുള്ള മറ്റു കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. എത്ര സെപ്പലുണ്ട്, എത്ര പെറ്റലുണ്ട് ഓർത്ത് വയ്ക്കുകയല്ല, ആ ഒരു ഫ്ലോറൽ ഫോമുല കണ്ടാൽ നമുക്കത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ ഫ്ലോറൽ ഫോമുല തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ഫാമിലിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ ക്യാരക്ടേഴ്സ് തന്നിട്ട് അത് വെച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ ഫാമിലിയുടെ ഫ്ലോറൽ ഫോമുല എഴുതാൻ ചോദിക്കാം. ഇപ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാം തന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് ഫ്ലോറൽ ഫോമുല എഴുതാന്നുള്ളത് സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അത് കൂടാതെ ഫ്ലോറൽ ഡയഗ്രം കൂടി നോക്കി വെക്കാം. നെക്സ്റ്റ് ഫാമിലി ഫാബേസിയയിലെ ഫ്ലോറൽ ഫോമുലയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ബേസിക് ക്യാരക്ടേഴ്സ് നോക്കാം. ഫാബേസിയ സൈഗോമോർഫിക് ആണ്. എന്താണ് ആക്ടിനോമോർഫിക്, എന്താണ് സൈഗോമോർഫിക്? ഒരു ഫ്ലവറിൻ്റെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ നിന്ന് കട്ട് ചെയ്ത ഈക്വൽ 2 ഹാവ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ആക്ടിനോമോർഫിക് എന്ന് പറയും. ബട്ട് ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം കട്ട് ചെയ്താൽ മാത്രമേ 2 ഈക്വൽ ഹാവ്സ് കിട്ടുള്ളൂ. ബാക്കി ഏത് ഡയറക്ഷനിൽ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാവ്സ് കിട്ടില്ല. അത്തരം ഫ്ലവേഴ്സിനെയാണ് നമ്മൾ സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൈഗോമോർഫിക് ഫാബേസിയയുടെ ഒരു ക്യാരക്ടറാണ്. സൈഗോമോർഫിക് ആണ്. ദെൻ ബൈസെക്ഷൽ ആണ്. ദെൻ K5 സെപ്പൽസ് 5 എണ്ണം ഉണ്ട്. ഗ്യാമോസെപ്പാലസ് ആണ്. ദെൻ കൊറോള നോക്കാം. പെറ്റൽസ് 5 പെറ്റൽസ് ഉണ്ട്. ഈ 5 പെറ്റൽസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? 1+2+2 അറേഞ്ച്മെന്റ് ആണ്. അതായത് നമ്മൾ വിക്സിലറി സിറ്റുവേഷൻ പറഞ്ഞു പിലോണേഷ്യസ് അല്ലെങ്കിൽ ഫാബേസി ഫാമിലിയിൽ 5 പെറ്റൽസ് ഉണ്ട്. അതിൽ ഒരു സ്റ്റാൻഡേർഡ് പെറ്റലും 2 വിങ് പെറ്റലും 2 കീൽ പെറ്റലും. അതുകൊണ്ടാണ് 1+2+2 അറേഞ്ച്മെന്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. 3 ടൈപ്പ് ഓഫ് പെറ്റൽസും 3 സൈസിലായതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് പെറ്റല്, 2 വിങ് പെറ്റൽസ് ആൻഡ് ഫൈനലി 2 കീൽ പെറ്റൽ. ആ 2 ഫൈനലി കൊടുത്തിരിക്കുന്ന 2 ഒരു ബ്രാക്കറ്റിലാണ് എടുത്തിരിക്കുന്നത്. അത് മീൻ ചെയ്യുന്നത് ആ കീൽ പെറ്റൽ എന്ന് പറയുന്നത് മാത്രം ജോയിൻ ചെയ്താണ്. അവിടെ മാത്രം ഒരു ഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് 1+2+2 അറേഞ്ച്മെന്റിൽ ഫൈനലി കാണുന്ന 2ലും മാത്രം ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ A 9+1, അതായത്
10 സ്റ്റേമൻസ് ആണുള്ളത്. ആ സ്റ്റേമൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? 2 സെക്ഷൻസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ ഒരു 9 സ്റ്റേമൻ ഫ്യൂസ് ചെയ്തും അത് കൂടാതെ +1 ഒരു സ്റ്റേമൻ സെപ്പറേറ്റ് ചെയ്താണ് കാണുന്നത്. ഈ ഒരു രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റേമൻ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഡയാഡൽഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സെഗ്മെൻറ്റ് ഓഫ് സ്റ്റേമൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡയാഡൽഫസ് സ്റ്റേമൻ എന്ന് പറയും. അപ്പോൾ സ്റ്റേമൻസ് 10 ഉള്ളത്. അത് 9+1 അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ ഗൈനീഷ്യം സുപ്പീരിയർ ഓവറി ആണ്, മോണോകാർപ്പലറി ആണ്, യൂണിലോക്കുലർ ആണ്. അപ്പോൾ ഇത്രയാണ് ഫാബിയസിയുടെ ക്യാരക്ടേഴ്സ്. ഇവിടെ ഫ്ലോറൽ ഫോമിൽ തന്നാൽ മാറിപ്പോകേണ്ട കാര്യമില്ല, കാരണം ഇവിടെ പെറ്റൽസിൽ 1+2+2 അറേഞ്ച്മെൻറ്റ്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ വെക്സിലറി ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ അത് ഫാബിയസി ഫാമിലിയിൽ മാത്രം കാണുന്നതാണ്. നമുക്ക് 3 ഫാമിലി മാത്രമേ പഠിക്കാനുള്ളൂ: സോളനേസിയ, ഫാബിയസി, ലിലിയേസിയ. ഇതിൽ ഫാബിയസിക്ക് മാത്രം കാണുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഫ്ലോറൽ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കൊറോളയിൽ നോക്കിയാൽ ഇങ്ങനെ 1+2+2 അറേഞ്ച്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് തോന്നേണ്ട കാര്യമില്ല, അത് ഫാബിയസി ഫാമിലി ആയിരിക്കും. അപ്പോൾ ഇത്രയല്ല, ഇനിയും കുറച്ച് പോയിന്റ്സ് കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കാനുണ്ട്. ഇതൊരു ലെങ്തി ചാപ്റ്ററാണ് അല്ലേ? ഈസി ആണെങ്കിലും ഒരു ലെങ്തി ചാപ്റ്ററാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി പോയിന്റ്സ് നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 2 കൂടി ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.